നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കേരള ജനത എത്രമാത്രം വെറുത്തു എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. വിജയനെ വെറുത്തതുപോലെ തന്നെ വിജയൻ്റെ ചെവി തിന്നുകൊണ്ട് ഈ വൃത്തികേടുകൾക്കെല്ലാം കുട പിടിച്ച മറ്റ് നിരവധി പേരെയും ജനം വെറുക്കുന്നുണ്ട്. അങ്ങനെ ജനം ഏറ്റവും അധികം വെറുക്കുന്ന 2 കഥാപാത്രങ്ങൾ, ഒന്ന് വെള്ളാപ്പള്ളി നടേശനും അന്ന് പിണറായിയുടെ ക്രോണിയായി എല്ലാ അടിമപ്പണിയും ചെയ്തിരുന്ന ADGP MR അജിത് കുമാറുമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ്. ഒരുപാട് അഴിമതിയും തട്ടിപ്പും ഒക്കെ നടത്തിയിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സർക്കാരിനോടും ഏറ്റുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നലെ വരെ പറഞ്ഞതൊക്കെ തിരുത്തി ഇപ്പോൾ സതീശൻ സ്തുതികളുമേ രംഗത്തുണ്ട്. എന്നിട്ടും സതീശനെ, വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ധൈര്യക്കുറവുള്ളത് ജനങ്ങൾ അത്രമാത്രം വെള്ളാപ്പള്ളിയെ വെറുക്കുന്നത് കൊണ്ടാണ്. വെള്ളാപ്പള്ളിയെ വെറുക്കുന്നവരിൽ മുമ്പിൽ നിൽക്കുന്നത് SNDP പ്രവർത്തകരാണ് എന്നതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. എന്നാൽ MR അജിത് കുമാറിൻ്റെ അവസ്ഥ അങ്ങനല്ല. സകല മനുഷ്യരും MR അജിത് കുമാറിനെ വെറുക്കുന്നു. കേരള പോലീസിലെ IG ആയും ADGP ആയും 10 വർഷം സേവനമനുഷ്ഠിച്ച MR അജിത് കുമാർ പോലീസ് സേനയ്ക്കുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല. ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന CPM നേതാവ് ഇത്രയും വലിയ പരാജിതനായതിൻ്റെ പ്രധാന ഉത്തരവാദി അജിത് കുമാർ ആവും. പിണറായിയെ സുഖിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ എത്രയോ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടിയിട്ടുണ്ട്. അജിത് കുമാറിൻ്റെ പീഡനങ്ങൾക്ക് ഇരയാകാത്ത മനുഷ്യർ വിരളമാണ്. നീതിബോധമുള്ള മനുഷ്യരുടെ വെറുപ്പായിരുന്നു അജിത് കുമാറിനെ. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ അന്വേഷണം ഉണ്ടാവണം, ശിക്ഷിക്കപ്പെടണം എന്ന് ജനങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നത് പൊതുവികാരമാണ്. പക്ഷേ വികാരം അതേപടി മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ മനസ്സിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെയായും അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത്. നിരവധി കാരണങ്ങളുണ്ട്. നിരവധി നിരപരാധികളെ വേട്ടയാടിയ ആളാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നടപടിയെടുക്കാവുന്നതാണ്. അതൊക്കെ പോട്ടെ, കോൺഗ്രസ് പ്രവർത്തകരെ എത്രമാത്രം വേട്ടയാടിയിരിക്കുന്നു. എത്ര നിരപരാധികളെ കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിലടച്ചു. അങ്ങനെ ജയിലിലകപ്പെട്ട ആലപ്പുഴക്കാരൻ AD തോമസ് എന്ന മത്സ്യത്തൊഴിലാളി പയ്യൻ ഇപ്പോൾ കേരള നിയമസഭയിൽ MLA ആയി എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച് പിണറായി വിജയൻ ആ വൃത്തികേടിന് കുടപിടിച്ചു. എന്നിട്ടും ചോദ്യം ബാക്കിയാവുകയാണ്, എന്തുകൊണ്ടാണ് അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ ഇത്രമാത്രം വൈകുന്നത്? സർക്കാരിന് ഒരു ഉത്തരവുമില്ല. മാധ്യമപ്രവർത്തകർ ഒരേ നാവിൽ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഒഴിഞ്ഞു മാറുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തൻ്റെ പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ധൃതി വെച്ചിട്ട് കാര്യമില്ല, ഓരോന്നിനും ഒരു നടപടിയുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവിടുന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്കും പല ധൃതി ഉണ്ടാവും, പല കാരണങ്ങളുടെ പുറത്ത്. ഞങ്ങളുടെ മുമ്പിൽ SIT രൂപീകരിച്ച് SIT അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹോം മിനിസ്റ്റർക്ക്, മുഖ്യമന്ത്രിക്കല്ല, അവർ DGPക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. DGP അത് പരിശോധിച്ച് അതിൻ്റെ പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കും. അപ്പോൾ നമ്മൾ നടപടിയെടുക്കും. ഇതൊക്കെ ഓരോ വാർത്തകളാണ്, ഓരോ ദിവസത്തെ രാവിലത്തെ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ്. എന്ത് പ്രസക്തിയാണ് ആ വാർത്തയ്ക്കുള്ളത്? വാസ്തവത്തിൽ ഇത് ഉചിതമായൊരു മറുപടിയാണ് എന്ന് പറയാൻ പ്രയാസമാണ്. കാരണം അങ്ങനെയെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. എല്ലാം DGP തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും? UDF MLA കൂടിയായ AD തോമസ് പറഞ്ഞത് പോലീസിലെ ക്രിമിനലാണ് അജിത് കുമാർ എന്നാണ്. ഇപ്പോൾ ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ക്രിമിനൽ കാക്കിയുടെ ക്രിമിനലാണ്. അയാൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് 1-2 വ്യക്തികളല്ല, കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഈ ക്രിമിനലിനെതിരെ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആരാണ് അജിത് കുമാറിന് രക്ഷാപ്രവർത്തനത്തിന് കളമൊരുക്കുന്നത്? നിർണായകമായൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസം 31-ന് ഒരു DGP റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ ഒരു ഒഴിവ് വരും. അതിൽ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന അജിത് കുമാർ സ്വാഭാവികമായും DGP പദവിയിലേക്ക് വരണം. DGP പദവിയിൽ വന്നാൽ അഡ്മിനിസ്ട്രേഷൻ ചുമതലയൊന്നും വേണ്ട, എങ്കിലും എന്തെങ്കിലും ജയിലോ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനോ കൊടുത്താൽ മതി. പക്ഷേ DGP പദവി കിട്ടും. എന്നാൽ ഇങ്ങനെ വൃത്തികേട് കാണിച്ച ഒരാൾക്ക് ആ പദവി കൊടുക്കണോ? സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യമാണ്. കൊടുക്കേണ്ടതില്ല. അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണം, അച്ചടക്ക നടപടി എടുത്ത് മാറ്റി നിർത്തണം. അത് സ്വാഭാവികമാണ്. നോക്കി, N പ്രശാന്തിനെയും B അശോകിനെയും എന്തിനാണ് പിണറായി വിജയൻ മാറ്റി നിർത്തിയത്? പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അവർ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അവരുടെ പ്രൊമോഷൻ വരെ തടഞ്ഞു വെച്ചു. ഇന്നും N പ്രശാന്ത് ഒരു സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിലാണ്. പ്രശാന്തിൻ്റെ ജൂനിയേഴ്സാണ് സുപ്രധാനമായ വകുപ്പുകളുടെയൊക്കെ ചുമതലയുള്ള സെക്രട്ടറിമാർ. പക വീട്ടിയത് നീതി ചെയ്തതിനാണ്. ഇവിടെ പിണറായിക്ക് വേണ്ടി അനീതി ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ എന്തിനാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഭയപ്പെടുന്നത്? സ്വാഭാവികമായ ചോദ്യമല്ലേ? അതിനുള്ള സാഹചര്യം ഒരുങ്ങി. AP ഷൗക്കത്ത് അലി എന്ന SP രക്ഷാപ്രവർത്തനം എന്ന AD തോമസുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. AD തോമസിനെയും അജയ് ജൂവൽ കുര്യാക്കോസിനെയും മർദ്ദി അവശനാക്കുകയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അജിത് കുമാർ പറഞ്ഞിട്ടാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി കൊടുത്തു. ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ശുപാർശ കൊടുത്ത ആലപ്പുഴയിലെ പോലീസുകാർ വിളിച്ചു വരുത്തി ADGP ആയിരുന്ന അജിത് കുമാർ ഒരു ദിവസം മുഴുവൻ വെയിൽ കൊള്ളിച്ച് പുറത്തു നിർത്തിച്ചു. ഇവരുടെയൊക്കെ മൊഴിയുണ്ട്.
എന്നിട്ടും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പുറത്ത് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ എന്തിനാണ് പേടിക്കുന്നത്? ഇപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല, നടപടിക്രമമുണ്ട്, അതുകൊണ്ട് DGP തരണമെന്ന്. എന്തുകൊണ്ടാണ് DGP ഇങ്ങനെ റിപ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നത്? DGPക്ക് എന്ത് അവകാശമാണുള്ളത്? DGPയോട് റിപ്പോർട്ട് ചോദിക്കാൻ കഴിയില്ലേ? ഈ ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവറിൽ സംഭവിച്ചത്. ശ്രീജിത്ത് പണിക്കർ ഭംഗിയായി ചോദിച്ചു. സത്യത്തിൽ ശ്രീ വിനു, ഇന്ന് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ വിഷയത്തിൽ പല ധൃതിയുണ്ടാകും എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തല്ലുകെട്ടിയ കോൺഗ്രസ്സുകാരനേക്കാൾ ധൃതി ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ, ഒരുപക്ഷെ തല്ലുകെട്ടിയ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ വേദന കേരളീയ പൊതുസമൂഹത്തിനുണ്ട് എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ധൃതി ഉണ്ടാകും. തന്നെയുമല്ല, ഒന്നാമത്തെ മന്ത്രിസഭാ സമ്മേളനത്തിൽ തന്നെ, ആ യോഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര അന്വേഷണം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചപ്പോൾ എന്താ ധൃതി എന്ന് ആരും ചോദിച്ചിരുന്നില്ല ശ്രീ VD സതീശനോട്, ഈ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള, ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആരോടും. കാരണം അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്, അത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഒന്നും ഉണ്ടാകാതിരുന്നത്. അക്ഷരാർത്ഥത്തിൽ തോമസ് വെള്ളം കുടിച്ചുപോയി. കാരണം തോമസ് ആണ് ഇവിടുത്തെ ഇര. തോമസിന് വേണ്ടിയാണ് ശ്രീജിത്ത് പണിക്കർ സംസാരിച്ചത്. എല്ലാവരുടെയും അല്ല, സത്യസന്ധമായും നീതിയുക്തമായും മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും. ചില ആളുകൾ ഈ വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 90% മാധ്യമപ്രവർത്തകരും നീതിയുക്തമായി സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. തോമസ് പറഞ്ഞ എല്ലാ പത്രക്കാരെ കുറിച്ചുമല്ല, ചിലരെ കുറിച്ചാണെന്ന്. ഇവിടെയാണ് വിനു വിജയൻ ചാടി പിടിക്കുന്നത്. ആ ചിലരിൽ ഞാനുമുണ്ട്. ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ പിന്നിൽ ചിലരുടെ രക്ഷാപ്രവർത്തന ലക്ഷ്യമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിനു വിജോൺ പ്രഖ്യാപിക്കുകയാണ്. അത് ശരിയാണ് ശ്രീ തോമസ്. അതിന്റെ കൂട്ടത്തിൽ ഒന്നാമത് വെക്കേണ്ട പേര് എന്റേതാണ്, വിനു വിജോൺ എന്നാണ്. അതിൽ വിനു ഉണ്ടോ എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ്. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന പേരെടുത്ത് തന്നെ അക്കാര്യം പറഞ്ഞു. അല്ല, ഒന്നാമത് ഇതിൽ ധൃതി വേണമെന്നും വളരെ വേഗം നടപടി എടുക്കണമെന്നും ഇതുപോലൊരു ഉദ്യോഗസ്ഥനെ ഈ സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല, അപ്പോൾ നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ 90% നല്ല ആളുകൾ, ബാക്കി 10 എന്ന് പറയുന്നതിൽ ഈ വിഷയത്തിൽ അങ്ങയോട് ഞങ്ങൾക്ക് വലിയ ആദരവുണ്ട്. AD തോമസിനൊന്നും പറയാനില്ല. കാരണം AD തോമസിനും അറിയാം സർക്കാർ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നെന്ന്. ഈ സർക്കാരിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരോട് എന്തിനാണ് ഈ ഔദാര്യം എന്നതാണ്. ഡോക്ടർ ജയതിലകൻ അഴിമതിക്കാരന ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റാൻ വിസമ്മതിച്ചു. സുന്ദരമായി അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ, ആനുകൂല്യങ്ങൾ കൈപ്പറ്റി മടങ്ങാൻ അവസരമൊരുക്കി കൊടുത്തു. അന്നത്തെ ഒരു ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടില്ല. പിണറായിയുടെ കിച്ചൺ ക്യാബിനറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സുപ്രധാന പദവിയിലിരിക്കുമ്പോൾ പ്രശാന്തിനെ പോലുള്ളവർക്ക് ആർക്കും വേണ്ടാത്ത പദവിയിൽ മാറ്റിവെച്ചിരിക്കുന്നു. KM എബ്രാഹിം കോടികളുടെ അഴിമതി നടത്തിയതിന് വിശദാംശങ്ങൾ വന്നു. എത്ര പേരെയാണ് അവിടെ തിരികെ കയറ്റിയത്? അവർക്കൊക്കെ ശമ്പളത്തിന് പുറമെ 20,000 രൂപ അധിക അലവൻസും അനുവദിച്ചിരുന്നു. ഏതെല്ലാം തരത്തിൽ സ്റ്റേറ്റിന്റെ പണം ധൂർത്തടിക്കാമോ അത്രയും ധൂർത്തടിച്ചു. പെൻഷന് പുറമെ കനത്ത ശമ്പളം കൈപ്പറ്റി. പക്ഷേ എബ്രാഹിമിനെതിരെ അന്വേഷണം നടത്താൻ ഈ സർക്കാരിന് ധൈര്യമില്ല. എന്തുകൊണ്ടാണ് VD സതീശൻ സർക്കാർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നതൊരു കടങ്കഥയായി മാറുന്നു. പിണറായിയെ വെറുത്തതുപോലെ തന്നെ ജനം വെറുത്തതാണ് പിണറായി കൊത്താശ പാടിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ. അവരിൽ ഏറ്റവും മുമ്പിൽ ജനം വെറുക്കുന്നത് അജിത് കുമാറിനെയാണ്. അജിത് കുമാറിന് DGP പദവി കൊടുത്ത് താലോലിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജനങ്ങൾ പിണറായിയെ അട്ടിമറിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അട്ടിമറിക്കപ്പെടും.